കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ കയ്യിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത് നെമ്മീനാണ് കേട്ടോ. നെമ്മീൻ വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടാലോ? അതിനു മുമ്പ് തന്നെ കൂട്ടുകാർ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കുക, ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് അങ്ങോട്ട് കടന്നാലോ? ആദ്യം തന്നെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ ഒരു 8-10 ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഈ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 10-15 വെളുത്തുള്ളി ആണ്. 10-15 വെളുത്തുള്ളി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ 2 തക്കാളി രണ്ടായിട്ട് മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പേസ്റ്റ് ആക്കി മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്താണ് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പൊടി ഐറ്റംസ് ചേർത്ത് നമ്മൾ ഇളക്കിയ ശേഷം ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റാം. പൊടിയൊന്നും കരിയാതെ തന്നെ നന്നായി ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ ഒരു മിക്സും കൂടി ചേർത്ത് ആ ഒരു പൊടി ഐറ്റംസുമായിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ആ ഒരു സമയത്തും ഫ്ലെയിം മീഡിയത്തിലേക്ക് ആയിരിക്കണം. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഓടിപ്പോയെന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ അത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായം ഒന്ന് അറിയിക്കണേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിവെള്ളമാണ്. നമ്മൾ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പുളിവെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ ഇനി നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് നമ്മുടെ മീൻ നമ്മൾ ഫ്രഷ് ആക്കിയിട്ട് നമ്മൾ ഒരു റൗണ്ട് പീസിലാക്കിയിട്ടാണ് ഇത് മുറിച്ചിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ മീൻ ഓരോന്നായിട്ട് തന്നെ നമ്മൾ ആ ഒരു മീനെല്ലാം അതുപോലെ തന്നെ ഒന്ന് അതിന്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫിഷ് ഫ്രൈ ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ ഒരു ടൈമെങ്കിലും ഈ രീതിയിൽ നമുക്കൊന്ന് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഒരു വെറൈറ്റി രീതിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ മീനും അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അതിന്റെ അരപ്പ് നമ്മുടെ മീനിന് മുകളിലേക്ക് ഒന്ന് കോരി ഒഴിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മീൻ അരപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇതൊന്ന് മിക്സ് ആക്കാത്തതുകൊണ്ട് തന്നെ നന്നായിട്ട് അരപ്പ് പിടിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോരിയിട്ട് മീൻ മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാത്തിനും അതുപോലെ തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കാം. വെറൈറ്റി ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത് ആരാണ്? അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുക മാത്രമല്ല, ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉറപ്പായിട്ടും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന കൂട്ടരാണെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഇതൊരു യൂസ്ഫുൾ വീഡിയോ തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങളിലേക്ക് അറിയിക്കുന്ന ലൈക്കിലൂടെ ആയിരുന്നു. നിങ്ങൾ ലൈക്ക് അടിക്കണേ. പിന്നെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരു സൈഡ് ഒന്ന് ഫിഷിന്റെ ഫ്രൈ ചെയ്തായി വരുന്ന സമയത്താണ് നമ്മൾ അടുത്ത സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ മറിച്ചിട്ട് എടുക്കാം. അപ്പൊ നമ്മളിത് ഒരു വട്ടം അല്ലാട്ടോ തിരിച്ച് മറിച്ച് വിടുന്നത്. നമ്മളൊരു 2-3 വട്ടം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ ആ ഒരു അരപ്പൊക്കെ നന്നായിട്ട് പറ്റിയിട്ട് നമ്മൾ ആ ഒരു മീനെല്ലാം നന്നായിട്ട് പിടിക്കണം. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കേണ്ടത്. അങ്ങനെ 2 ഭാഗം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മളിതൊരു പാത്രത്തിലേക്ക് സെർവ് ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല വെറൈറ്റി രീതിയിലാണ് നമ്മൾ ഇന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.